നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 വന്നതോടുകൂടി ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പല കോഴ്സുകൾ പുതിയതായി സൃഷ്ടിക്കപ്പെട്ടു. നിലവിലുള്ള പല കോഴ്സുകളും ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ 2 കോഴ്സുകളാണ്, ഒന്ന് MPhilഉം മറ്റത് PGയും എന്നുള്ളത്. MPhil നിർത്തലാക്കി PG കോഴ്സുകളുടെ കാര്യമെന്നുള്ളത് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തെ PG മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്നുള്ളത് നേരത്തെ UG ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ഡിഫോൾട്ട് പ്രോഗ്രാമായിരുന്നു. മാസ്റ്റേഴ്സ് പ്രോഗ്രാം റിസർച്ചിലേക്കും PhDയിലേക്കുമുള്ള ഒരു ബ്രിഡ്ജ് പാലം കൂടിയായിരുന്നു. പക്ഷേ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് PG കോഴ്സ് ചെയ്യാതെ തന്നെ PhD ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഇഫ് യു ആർ ഡൂയിങ് 4 years ഡിഗ്രി, അതായത് പൊതുവെ 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരുന്നത് 4ാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ഓപ്ഷനിൽ കൂടി നിങ്ങൾക്ക് PhD ചെയ്യാനുള്ള അവസരമാണ്. പ്രൊവൈഡഡ് ഇഫ് യു ആർ ഹാവിങ് 75%, അതായത് 75% മാർക്കോട് കൂടി ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഓപ്ഷനിൽ 4 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ PG മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് PhD പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. 2 ദിവസം മുമ്പ് വന്ന ഒരു ന്യൂസ് എന്നുള്ളത് ടീച്ചിങ് ജോബിലേക്ക് കടക്കാൻ, അതായത് കോളേജുകളിലും മറ്റും ടീച്ച് ചെയ്യാൻ അധ്യാപനം ആഗ്രഹിക്കുന്നവർക്ക് PG വേണ്ട എന്നുള്ളതാണ്. ഇവിടെയും ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ഒരു ഓപ്ഷൻ, അതായത് 3 വർഷത്തെ ഡിഗ്രി 1 വർഷം എക്സ്ട്രാ എടുത്ത് റിസർച്ചിൽ കൂടി കംപ്ലീറ്റ് ചെയ്ത് സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന കാര്യമാണ്. സോ ഇങ്ങനെ ഡിഗ്രി ചെയ്ത ഒരാൾക്ക്, 4 വർഷത്തെ ഡിഗ്രി ചെയ്ത ഒരാൾക്ക് ഡയറക്റ്റ്ലി PhDയിലേക്ക് അഡ്മിഷൻ നേടാം, നെറ്റ് പരീക്ഷ എഴുതാം, അതോടൊപ്പം കോളേജുകളിൽ ടീച്ചിങ് ജോബിലേക്കും അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. സോ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം എന്നുള്ളത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം, അതായത് PG പ്രോഗ്രാമിൻ്റെ ആ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ എഡ്യൂക്കേറ്റർ എപ്പിസോഡിൽ വേറൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിരുന്നു വിത്ത് റെസ്പെക്ട് ടു മാസ്റ്റേഴ്സ് PG പ്രോഗ്രാം എന്നുള്ളത്. അതായത് ജോലിയിലും മറ്റും PG പ്രോഗ്രാം പഠിക്കുന്ന കൂട്ടുകാരുടെ പ്രൊഫൈലുകൾക്ക് നെഗറ്റീവ് റിമാർക്കാണ് വരുന്നത്. പ്രത്യേകിച്ച് PG പ്രോഗ്രാമിൻ്റെ സിലബസ് എന്നുള്ളത് കുറെ കൂടി തിയോററ്റിക്കലും ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡും റിസർച്ച് ഓറിയൻറ്റഡും അതോടൊപ്പം അക്കാദമിക് സ്വഭാവമുള്ളതും കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജോബ് മാർക്കറ്റിൽ ആവശ്യമുള്ള സ്കിൽ സെറ്റ് PG സിലബസിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് ഒരു നെഗറ്റീവ് റിമാർക്ക് ഓൾറെഡി ഉണ്ട്. സോ എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ്, ജോബ് റിലേറ്റഡ് മാർക്കറ്റിൽ PGയുടെ അപ്പീൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഗ്ലാമർ ഇന്നില്ല എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, റിസർച്ചുമായി ബന്ധപ്പെട്ട് PhDയിലേക്ക് അഡ്മിഷൻ നേടാൻ പോലും PG ആവശ്യം വരുന്നില്ല. ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നെറ്റ് എക്സാമിനേഷനും PG ആവശ്യമില്ല എന്നുള്ളതാണ് ഇഫ് യു ആർ ഡൂയിങ് 4 years ഡിഗ്രി. അതോടൊപ്പം കൂട്ടി വായിക്കാനുള്ളത് ടീച്ചിങ് ജോബിലേക്കും PG ഇല്ലാതെ നിങ്ങൾക്ക് 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് PhD അഡ്മിഷൻ നേടുകയാണെങ്കിൽ കോളേജുകളിൽ പോലും ടീച്ചിങ്ങിലേക്ക് എത്താൻ ഉള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ദുഃഖത്തോടെ തന്നെ PG കോഴ്സുകളുടെയും മാസ്റ്റേഴ്സ് കോഴ്സുകളുടെയും ഒബിച്വറി എഴുതേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. സോ പല കൂട്ടുകാരും ഓൾറെഡി PG ചെയ്ത ആൾക്കാരാണ്, മാസ്റ്റേഴ്സ് ചെയ്ത ആൾക്കാരാണ്. അവർ ഈ ന്യൂസ് കേട്ട് അത്ര നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല. കാരണം NEP 2020 വരുന്നത് വരെ 4 വർഷത്തെ ഡിഗ്രി എന്നൊരു ഓപ്ഷനേ ഉണ്ടായിരുന്നില്ല. എൻജിനീയറിംഗ്, മെഡിക്കൽ, ഈവൻ ആർക്കിടെക്ചർ, അങ്ങനെ ചില കോഴ്സുകൾക്ക് മാത്രമാണ് 3 വർഷത്തിൽ കൂടുതൽ ഡിഗ്രിയുടെ ദൈർഘ്യം ഉണ്ടായിരുന്നത്. ഈവൻ പാരാമെഡിക്കൽ, ഹെൽത്ത് കെയർ റിലേറ്റഡ്, അലൈഡ് ഹെൽത്ത് പോലുള്ള കോഴ്സുകൾക്കും ഈവൻ BPharmനും 4 വർഷം ഒക്കെ ഡിഗ്രി കോഴ്സുകളുടെ ദൈർഘ്യം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ കോഴ്സുകൾക്കും 3 വർഷമായിരുന്നു ദൈർഘ്യം എന്നുള്ളത്. സോ ഒബ്വിയസ്ലി അവിടെ PGക്ക് പ്രസക്തി ഉണ്ടായിരുന്നു. പക്ഷേ മാറിയ സാഹചര്യത്തിൽ NEP 2020 വന്നതോടുകൂടിയാണ് ഈ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. സോ തുടർന്നുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ PGയുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇൻ കേസ് നിങ്ങൾ 3 വർഷത്തെ ഡിഗ്രിയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് PG 2 വർഷം ചെയ്യേണ്ടതായിട്ട് വരും. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ യുവർ PhD.
4 വർഷത്തെ ഡിഗ്രി ചെയ്യുന്ന ഒരാളാണ്, അഗെയിൻ ഇഫ് യു വാണ്ട് ടു ഡു മാസ്റ്റേഴ്സ് PG പ്രോഗ്രാം എങ്കിൽ അവിടെ നിങ്ങൾക്ക് 1 വർഷത്തെ PG ചെയ്യണം. പക്ഷേ PGക്ക് ഒരു നിർബന്ധമില്ല. ഈവൻ ഇഫ് യു ആർ പ്ലാനിങ് ഫോർ യുവർ PhD or if you are planning for your research, if you are planning to enter into job related to academics, അതായത് ടീച്ചിങ് ജോബിലും മറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ PGയുടെ ആ ഒരു ആവശ്യകത, PhD വേണം അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് വേണം എന്ന കാര്യം ഇല്ല, എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാറുള്ളത്. പിന്നെ ചില പ്രത്യേക സിറ്റുവേഷനുകളുണ്ട്. അതായത് മാസ്റ്റേഴ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് UG ചെയ്ത സബ്ജക്റ്റ് എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. ഉദാഹരണത്തിന് ഹ്യൂമാനിറ്റീസിലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചു, അല്ലെങ്കിൽ കോമേഴ്സിലെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിച്ചു. പക്ഷേ യു വാണ്ട് ടു ചേഞ്ച് ദ സ്ട്രീം, അതിന് നിങ്ങൾക്ക് PG മാസ്റ്റേഴ്സ് ഉപയോഗിക്കാം. അവിടെ നിങ്ങൾക്ക് 2 വർഷത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. പുതിയ മാറിയ കരിക്കുലവും PGയുടെ സിലബസും ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഈ കാര്യം കുറേ കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. PG അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീലാകുന്നത്? നമ്മുടെ അക്കാദമിക് സിറ്റുവേഷനിൽ നിന്ന് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ എത്രത്തോളം യു ആർ മിസ്സിങ് PG മാസ്റ്റേഴ്സ് എന്നുള്ള കാര്യം പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യുക. അതോടൊപ്പം PGക്ക് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നതോടുകൂടി എങ്ങനെയായിരിക്കും പുതിയ മാറിയ സാഹചര്യത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യവും തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് ഡയറക്റ്റ്ലി PhDയിലേക്ക് കടക്കുമ്പോൾ PG ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ കാൻഡിഡേറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് നോളജിനെ അത് ബാധിക്കുമോ എന്ന കാര്യവും തീർച്ചയായിട്ടും അത് കണ്ടറിയേണ്ടതായിട്ട് തന്നെയുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.